സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചൂസ് ഗെയിമിനും കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ലെസ് പ്ലേയിലാണ്. അപ്പോൾ ഇതിനൊരു നെയിം നിങ്ങൾ സജഷൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏതോ ഒരു വീഡിയോയിൽ സജഷൻ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ ഞാൻ തപ്പി തിരഞ്ഞെടുക്കേണ്ട ഗൈസ്. അതുകൊണ്ടാണ് ഒന്നും കൂടെ നിങ്ങളൊന്ന് ഈ വേൾഡിനെ പറ്റിയ നല്ലൊരു നെയിം പറയുക. ഞാൻ ഈ വേൾഡ് മൊത്തം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം പിന്നെ നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെക്കുകയാണ്. ആദ്യം തന്നെ 2 ചെസ്റ്റ് നിറഞ്ഞു. 3ാമത്തെ ചെസ്റ്റ് ഒറ്റ ബ്രെഡ് മാത്രമായിട്ട് കിട്ടിയ. ഓ, നമുക്ക് അവിടെ നിന്ന് ഞാൻ 26 കിട്ടുന്നുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ഉണ്ടാക്കണം. വുഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലാങ്ക് എടുത്തിട്ടുണ്ട്. സ്റ്റിക്കാക്കുക, ഒരു പിക്കാക്സ് ഉണ്ടാക്കുക. ഇപ്പൊ പിക്കാക്സിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ ഓക്കെ, ഒബ്സീഡിയം വേണം, ഒരു ഇതും വേണമല്ലോ. ഓക്കെ, ഒരു ബുക്കും വേണം. ഓക്കെ, സെറ്റാക്കാം. നമുക്കൊരു എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കിയാൽ തന്നെ ഗൈസ്. പിന്നെ ബുക്ക് സെർഫ് ഉണ്ടാക്കണം. മെനക്കേടാണ്, ഒരു കാര്യമാണ്, മെനക്കേടാണ്. ഇവിടെ ലാഭ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ. ഫാർമൊന്നും ഉണ്ടാക്കിയില്ല, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഈ നെതറിലേക്ക് ചാടുന്ന എന്തിനാ വെച്ചാൽ ഓട്ടോമാറ്റിക് ഫാംസ് ഉണ്ടാക്കണം. ഒബ്സർവർ ഉണ്ടാക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് ഫാർം ഉണ്ടാക്കാൻ വേണ്ടി ഒബ്സർവർ ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടി കോഡ്സ് എടുക്കാൻ പോകാനാട്ടോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പെടാപാട് മൊത്തം പെട്ടത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ ഫാർം ഉണ്ടാക്കിയാൽ തന്നെയും പിന്നെ അത് പൊളിച്ചിട്ട് വേണ്ട പണിയാൻ. അപ്പോൾ നേരെ ഓട്ടോമാറ്റിക് അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പൊളിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ മെനക്കെടുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മളത് മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പോർട്ടൽ എവിടെ ഉണ്ടാക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പോർട്ടൽ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് ഉണ്ടാക്കും വേണം, മോശമാക്കാൻ പാടില്ല. ഷവലെൻ്റെ കയ്യിലുണ്ട്. ഈ ഡേറ്റ് മൊത്തം ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കാം. സോ ഗൈസ്, നമ്മൾ തന്നെ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന 1 2 3. ഇത്ര വലുത് വരുവാടി വരുമായിരിക്കും അല്ലേ? അയ്യോ, ഞാൻ ഫിൻ്റെ സ്റ്റീൽ എടുത്തില്ല ഗൈസ്. നമുക്ക് ഇത് കത്തിക്കാം. ഇപ്പോൾ ഇങ്ങനെ പോയാലേ ഡയമണ്ട് അവിടെ വെച്ചിട്ട് വരായിരുന്നു. അയ്യോ, ഇത് പുറത്താണല്ലോ. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല ടേസ്റ്റ്. ഒറ്റ പോക്കാണ്. ഇവിടെ മൊത്തം പണി കിട്ടുന്ന ആൾക്കാരാണ്. അയ്യോ, വന്ന് കേറിയത് അപകടത്തിലേക്കാണല്ലോ. വന്ന് കേറിയത് അമ്മമാരുടെ വായത്തലയിലേക്കാണല്ലോ. ടോർച്ച് ബാക്കി കണ്ണു പിടിക്കുന്നില്ല അല്ലാതെ. ഓക്കെ, നമുക്ക് എന്തായാലും കോഡ്സ് എടുത്തിട്ട് പോകാൻ പറ്റുന്ന. എന്താണ് ഇത്ര വന്നല്ലേ കോഡ്സ് അങ്ങനെ ഉണ്ടോ? തപ്പാട്ടെ. കോഡ്സ് ഏത് ലെവലിലുള്ളതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അവസ്ഥ കറക്റ്റ് സ്ഥലത്ത് തന്നെ അവര് സ്പോണായിട്ടോ നോക്കുക. എൻ്റെ അമ്മ, ഇവരൊക്കെ വരുന്നുണ്ടാ. അപ്പൊ ഞാൻ പെട്ടത് തന്നെ അല്ലേ? ഇവരെ നമ്മളൊന്നും ചെയ്ത ഇവരെ അടിച്ചില്ലല്ലോ. എന്താ ഇങ്ങനെയൊക്കെ? അയ്യോ, ഞാൻ ഫുൾ പെട്ടാ.
പെട്ടു ഇവിടെ. ആ കോഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇല്ല പെടൂല അങ്ങനെയൊന്നും പെടുന്നവനല്ലടാ നീ. ഞാൻ പോയി എത്രണ്ണം വേണമെന്തോ. എന്താണ് കുറെ എണ്ണം മൈൻഡ് ചെയ്തിട്ട് വരെങ്കിൽ ഞാനിതിപ്പോ ഡെബറി മൈൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ടല്ലോ. ഡെബറി എത്ര 12 കണ്ടല്ലേ, 12, 13, 16 കണ്ടല്ലേ. അയ്യേ എടാ ചത്ത് അയ്യേ എൻ്റെ ഡയമണ്ടൊക്കെ പോയിട്ടോ. പഴയ സ്ഥലത്ത് ഗൈസ് ഞാൻ റീസ്പോൺ സെറ്റ് ചെയ്തില്ലേ. അപ്പം മൊത്തത്തിൽ പോയി, അടപടലും പോയി ഗൈസ്. എൻ്റെ എന്തൊക്കെ ഡയമണ്ടൊക്കെ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ഫുൾ ആർട്ടും ജിമ്മിലേക്കല്ലേ ആയിട്ടുണ്ട്. കോഴ്സ് കിട്ടി ഗൈസ്. ബാക്കിയെല്ലാം പോയിടേ. എൻ്റെ പിക്കാക്സ് പോയാലും കുഴപ്പമില്ല, ഡയമണ്ട് കിട്ടിയല്ലോ. 2 ഇമ്പോർട്ടൻ്റ് സാധനം കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ലടാ. ബാക്കിയെല്ലാം ഗത്തം. ഇനി ഞാൻ അവരുടെ ഒന്നും കണ്ണിപ്പെടാതെ എങ്ങനെ പോകും? ഇത് ഞാൻ കൈ വെച്ച് പൊട്ടിക്കണായിരിക്കും. അവരുടെ കൈപ്പെടാതെ ഇനി എങ്ങനെ ഞാൻ പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അവിടെ ഡേറ്റും ഉണ്ട്. ഞാൻ എന്താണ് വീട്ടിൽ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കേസ്. ഞാൻ ഇവിടെ കുടുങ്ങുന്നത് ഇവിടെ വഴി. ഇവിടെ അതുകൊണ്ട് പുറത്ത് കുറെ കോഴ്സ് ഇരിപ്പുണ്ട് കേട്ടോ. ആരും തീരുന്നതിന് സാധനങ്ങൾ എൻ്റെ ചവർ കുറേ ഇരിപ്പുണ്ടായിരുന്നു. അത് മൊത്തം ഞാൻ ലാവയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടായിരുന്നു ലാവ അടയ്ക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായ റെക്കോർഡിങ് അല്ലായിരുന്നു. പിന്നെ ആ ചവറെല്ലാം ഒന്നും കൂടെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ലാവ അടയ്ക്കുന്ന തൊട്ട് എടുത്തത്. ആ ക്ലിപ്പ് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഞാൻ റെക്കോർഡ് ഓണാന്ന് കരുതി. എന്ത് ചെയ്യാനാ. റീസ്പോൺ ഞാൻ ഇപ്പം തന്നെ ഒന്ന് ഒരു 5-10 സെറ്റ് ചെയ്ത് വെക്കട്ടെ. ആവൂല ഇനി. ഇമ്പോർട്ടൻറ്റ് സാധനം ആയതുകൊണ്ട് ഇതും ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ് എനിക്ക്. ബാക്കിയൊക്കെ ചവർ സാധനം ഗൈസ്. അപ്പോൾ ഗൈസ് എന്താണെങ്കിലും നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. നെക്സ്റ്റ് എപ്പിസോഡ് തൊട്ട് നമ്മൾ ഫാർമിങ് ഐലൻഡ് അങ്ങ് തുടങ്ങണം. ഫാർമിങ് ഐലൻഡ് അല്ല, ഫാം ഉണ്ടാക്കാൻ പോവാണ്, ഫാമേഴ്സ് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ട്രേഡ് ചെയ്യാനൊക്കെ ഫാമേഴ്സിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഇപ്പം നമ്മൾ ആകെപ്പാട് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രീഡിങ് ഫാമും അയൺ ഫാമും മാത്രമാണ്. അപ്പോൾ ട്രേഡിങ് ഹാൾ ഉണ്ടാക്കണം. അങ്ങനെ കൊച്ചു പരിപാടികൾ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും എനിവേ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. പൊളിച്ചടിക്കാം നമുക്ക്.